നമസ്കാരം. മാസപ്പടി കേസിൽ ഒളിച്ചിരുന്ന ഒരു കള്ളൻ കൂടി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. കൂടി ചെയ്ത ഒരു കള്ളം കുടത്തിൽ ഒളിപ്പിക്കാനാവില്ലെന്ന് വന്നപ്പോൾ കൂട്ടാളികൾ തന്നെ ഓരോന്നായി പുറത്തുവിടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിലുള്ള കമ്പനിക്ക് അടക്കം മാസപ്പടി നൽകിയതിൽ CMRL നടത്തിയ അനധികൃത പണമിടപാടുകൾ പൊതുഖജനാവിൽ നിന്നുള്ള കൊള്ളയെന്ന് CMRL കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ പറഞ്ഞതോടെയാണ് കള്ളി വെളിച്ചത്തായത്. ഇതോടെ രണ്ട് കമ്പനികൾ കരാർ പ്രകാരം നടത്തിയ ഇടപാടിൽ 1.25 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നൽകിയതിൽ നാട്ടുകാർക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ച CPM വിട്ടിലായിരിക്കുകയാണ്. ഇതിനെതിരെ കേസുമായി നീങ്ങിയ മാത്യു കുഴൽനാടനെ കണക്കറ്റ് പരിഹസിച്ചതിനൊപ്പം വാങ്ങിയ പണത്തിന് നികുതി അടച്ചിട്ടുണ്ടെന്ന ഡിഫൻസും CPM സ്വീകരിച്ചിരുന്നു. കമ്പനി രജിസ്ട്രാറുടെ മൊഴിയിലൂടെ ഈ വാദവും അപ്രസക്തമാവുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ കേരള വ്യവസായ വികസന കോർപ്പറേഷൻ KSIDCയുടെ പണവും ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ചില കാര്യങ്ങൾ മറച്ചുവെക്കാൻ KSIDC ശ്രമിച്ചിട്ടുണ്ടെന്നും ഇത് സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നും രജിസ്ട്രാർ പറഞ്ഞു. CMRLുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടിന്റെ പേരിൽ തങ്ങൾക്കെതിരെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് CMRL കമ്പനി രജിസ്ട്രാർ VM പ്രശാന്തിന്റെ വിശദീകരണം. കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. 2019 CMRLിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നെങ്കിലും KSIDC ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രമാണ്. CMRLിന്റെ അനധികൃത ഇടപാടുകൾ പുറത്തു വന്ന ശേഷം KSIDCയുടെ ഭാഗത്തു നിന്ന് ചില നടപടികൾ ഉണ്ടായത് മുഖം രക്ഷിക്കാൻ മാത്രമായിരുന്നു. അവർ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. CMRLിന്റെ അനധികൃത ഇടപാടുകളിൽ KSIDCക്കും ഉത്തരവാദിത്വമുണ്ട്. CMRLിൽ KSIDCക്ക് 13.41% ഓഹരിയും നോമിനി ഡയറക്ടറും ഉണ്ട്. ഇക്കാര്യത്തിൽ കമ്പനി രജിസ്ട്രാർ KSIDCയുടെ വിശദീകരണം തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകാതിരുന്നതിനെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. CMRLിന്റെ എല്ലാ അനധികൃത ഇടപാടുകളും വിശദമായി പരിശോധിക്കാനാണ് SFIOക്ക് അന്വേഷണം വിട്ടത്. CMRLിലെ നിയമവിരുദ്ധ ഇടപാടുകൾ നോമിനി ഡയറക്ടർ KSIDCയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമായിരുന്നുവെന്നും സൽകീർത്തിക്ക് മങ്ങലേൽക്കുമെന്ന പേരിലുള്ള KSIDCയുടെ ഒളിച്ചോട്ടം അനുവദിക്കാനാവില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ നൽകിയ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ വിലപ്പെട്ട വെളിപ്പെടുത്തലാണ് CMRL കമ്പനി രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലിനോട് പ്രതികരിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ്. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ യഥാർത്ഥ പ്രതികരണത്തിലേക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം.